തീർച്ചയായിട്ടും നമ്മൾ കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന നിമിഷങ്ങളാണിത്. ഞാനിപ്പോൾ പാളയം ഇമാമിനെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ എല്ലാ സൗകര്യങ്ങളും, നോമ്പ് കാലമാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും അവർ ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന എല്ലാവർക്കും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനത് കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. സത്യത്തിൽ അതാണ് കേരളം. ആ ഒരു മെസ്സേജാണ് പോണത്. നമ്മൾ ഈ പുതുയുഗ യാത്രയിലും കൊടുക്കുന്നൊരു മെസ്സേജ് അതാണ്. ആരും വർഗീയതയൊന്നും പറയണ്ട. നമുക്ക് കേരളം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ് എന്ന് തല ഉയർത്തി പിടിച്ച് പറയാൻ കഴിയണം. ഒരു വർഗീയതയ്ക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കും. രാവിലെ കണ്ടൊരു കാഴ്ച പാളയം പള്ളിയുടെ പടിക്കെട്ടിൽ നിന്നെല്ലാം പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതാണ് റിയൽ കേരള സ്റ്റോറി. രാജ്യത്തോട് കേരളത്തിന് പറയാനുള്ള ഇതാണ് ഞങ്ങളുടെ കേരളം. ഞാൻ പുതിയുഗ യാത്രയിലും കൊടുക്കുന്നൊരു മെസ്സേജ് അതാണ്. അത് കഴിയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ മതേതര കേരളം എന്ന് രാജ്യത്തോട് വിളിച്ചു പറയാൻ കേരളത്തിന് കഴിയും. രാജ്യം ഇത് മോഡലാക്കണമെന്നാണ്. വർഗീയതയ്ക്ക് പുറകെ പോകാതെ, ആളിക്കത്തിക്കാതെ, വൈരാഗ്യവും ശത്രുതയും ഭിന്നതയും ഉണ്ടാക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേരളം. അത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന്റെ ഭാഗമായി അങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് എത്ര അഭിമാനകരമായ ഒരു കാര്യമാണ്.